ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ചെറിയ പീസുകളായിട്ട് നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളമായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സായി ബൈൻഡായി വരാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ആ മസാലയ്ക്ക് ആവശ്യമായത് മാത്രം. ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് മിക്സ് ആവാനായിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടാവുമ്പോൾ ബീഫ് ഓരോ കഷ്ണങ്ങളായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ബാച്ചിൽ പകുതി അങ്ങിട്ട് കൊടുക്കുക. അതിനെ തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബീഫ് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് കോരി മാറ്റിയിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം ഒരു 2 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ അതും നമുക്കെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കുക. ഇതിനെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.